ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് സിങ്ക്രോസ്കോപ്പാണ് കേട്ടോ. സിങ്ക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കുന്ന ഒരു ഡിവൈസാണ് സിങ്ക്രോസ്കോപ്പ്. ഇത് യൂസ് ചെയ്യുന്നത് ഒരു ബസ് ബാറിനെ വേറൊരു ബസ് ബാറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിങ്ക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചുമ്മാ അങ്ങ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കണക്ട് ചെയ്യാനുള്ള സ്വിച്ച്, സിങ്ക്രണൈസിങ് സ്വിച്ച് ക്ലോസ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ബസ് ബാർ, ഇതാണ് നമ്മൾ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ പോണ ഇൻകമിങ് ബസ് ബാർ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു സിങ്ക്രോസ്കോപ്പ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രാൻസ്ഫോമർ പോലെയാണ്. ഓക്കെ, പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്, സെൻട്രൽ ഒരു ലിമ്പുണ്ട്. സെൻട്രൽ ലിമ്പിൽ ഒരു ലാമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജും സെയിം ആയിരിക്കണം. ഇവിടുത്തെ ഫേസ് സീക്വൻസും സെയിം ആയിരിക്കണം. ഇവിടുത്തെ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കണം. അങ്ങനെ സെയിം ആയിട്ട് വരുന്ന കണ്ടീഷനിൽ മാത്രമേ നമുക്ക് സിങ്ക്രണൈസിങ് സ്വിച്ച് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലാതെ വരുന്ന കണ്ടീഷനിൽ ഇതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ലാമ്പ് ഗ്ലോ ചെയ്യും, ഈ പോയിൻ്റർ മൂവ് ചെയ്ത് കാണിക്കും. ഇപ്പം ഇതിനകത്തുണ്ടാകുന്ന ഇപ്പം EMF രണ്ടിടത്തെ ഉണ്ടാകുന്ന വോൾട്ടേജ് സെയിം ആണെങ്കിൽ നമ്മുടെ ബൾബ് നല്ലപോലെ ബ്രൈറ്റായിട്ട് കത്തും. ഓക്കെ, ഇനി വോൾട്ടേജിൽ ഫേസിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ബൾബ് കത്തില്ല. ഓക്കെ, ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ സെൻട്രൽ ലിമ്പിലൂടെ വോൾട്ടേജ് ഫ്ലക്സ് ഉണ്ടാവില്ല, അപ്പം നമ്മുടെ ലാമ്പ് കത്തില്ല. ഇനി ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ പോയിൻ്റർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. സ്ലോ ആണെങ്കിൽ ഇൻകമിങ് ബസ് ബാറിൻ്റെ ഫ്രീക്വൻസി സ്ലോ ആണ് എന്ന് കാണിക്കും. ഫാസ്റ്റ് ആണെങ്കിൽ എൻ്റെ അർത്ഥം ഇൻകമിങ് ബസ് ബാറിൻ്റെ ഫ്രീക്വൻസി ഫാസ്റ്റ് ആണെന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ ഇത് സെൻട്രലിൽ നിൽക്കുന്ന ആ പൊസിഷനിലാണ് ഫ്രീക്വൻസി, രണ്ടിടത്തെയും ഫ്രീക്വൻസി RYB എക്സിസ്റ്റിങ്ങിലെയും ഇൻകമിങ്ങിലെയും ഫ്രീക്വൻസി സെയിം ആവുന്നത്. ആ സമയത്താണ് നമ്മൾ സിങ്ക്രണൈസിങ് സ്വിച്ച് വെച്ചിട്ട് ഇതിനെ ക്ലോസ് ചെയ്യുന്നത്. അതൊക്കെയാണ് താഴെ എഴുതിയിരിക്കുന്നത്. എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഫേസ് വോൾട്ടേജസ് ഓഫ് ഇൻകമിംഗ് മെഷീൻ ആൻഡ് ബസ് ബാർ ഈസ് കാൾഡ് സിങ്ക്രോസ്കോപ്പ്. It consisting of a rotating pointer which indicate the exact movement of closing the synchronizing switch. എക്സാക്റ്റ് മൂവ്മെൻറ്റ് എപ്പോഴാണ് സിങ്ക്രണൈസിങ് സ്വിച്ച് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ള ആ മൂവ്മെൻറ്റ് കാണിച്ചു തരുന്നത് ഈ പറഞ്ഞ പോയിൻ്ററാണ്. ഓക്കെ, ദ റൊട്ടേഷൻ ഓഫ് പോയിൻ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസീസ് ആൻഡ് ഫേസസ് ഓഫ് വോൾട്ടേജസ് ഓഫ് ഇൻകമിംഗ് മെഷീൻ ആൻഡ് ബസ് ബാർ. It rotates in clockwise or anti-clockwise direction depending on whether the incoming machine is faster or slower than the bus bar. When the pointer stops rotating, it indicates that frequencies are same. When the pointer stops in vertical position, it indicates that two voltages are in phase. Thus, the correct instant of synchronizing can be accurately decided. ഓക്കെ, അപ്പോൾ പോയിൻ്റർ മൂവ് ചെയ്യാതെ നിൽക്കുന്ന ആ സമയത്താണ് വോൾട്ടേജും ഫ്രീക്വൻസിയൊക്കെ സെയിം ആയിട്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് സിങ്ക്രണൈസേഷൻ നടത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത മീറ്ററാണ് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇത് ഫേസ് സീക്വൻസ് നമ്മൾ RYB എന്ന് പറയുന്ന ഫേസ് സീക്വൻസ് കറക്റ്റാണോ, ഈ ഓർഡർ കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഇനി പഠിക്കാൻ പോണത്. ഓക്കെ, ഇതൊരു റൊട്ടേറ്റിംഗ് ടൈപ്പ് ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് വർക്കിംഗ് ഈസ് സെയിം ആസ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 സ്റ്റേഷനറി കോയിൽസ് സെപ്പറേറ്റഡ് ഈച്ച് അതർ ബൈ 120 ഡിഗ്രി ഈച്ച് അതർ. അപ്പോൾ ഇതിനകത്ത് 3 കോയിലുണ്ട്. ആ 3 കോയിലും 120 ഡിഗ്രി മാറിയായിരിക്കും വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. One end of each coil is connected together to form star connection and other end is taken outside. അപ്പോൾ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 3 കോയിലുണ്ടെന്ന് പറഞ്ഞില്ലയോ, 3 കോയിലിൻ്റെയും ഓരോ എൻഡ് എടുത്തിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റാർ കണക്ഷനിൽ പഠിക്കുന്ന പോലെ 3 എൻഡും ഓരോ എൻഡ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് ബാക്കി ലീഡ്സ് വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, the three-phase supply whose phase sequence are to be checked is given to these terminals. അപ്പോൾ ആ ടെർമിനൽസിലോട്ട് അതാണ്ട് ഈ 3 എൻഡിലോട്ട് നമുക്ക് ഏത് സപ്ലൈ ആണോ ചെക്ക് ചെയ്യേണ്ടത് അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുക. ഓക്കെ, എ ഡിസ്ക് ഈസ് മൗണ്ടഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി കോയിൽസ്. ആ 3 ഫേസ് കോയിൽസിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഡിസ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, 3 ഫേസ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് സ്റ്റാർ കണക്റ്റഡ് ടെർമിനൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3 വൈൻഡിങ് ഉണ്ടെന്ന്.
ആ 3 വൈൻഡിങ്ങിനകത്തോട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ആ സപ്ലൈക്കകത്ത് എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ആണ്. റൊട്ടേറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പോൾ ഫസ്റ്റ് കോയിലിൽ ആദ്യം R ആണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് Y ആവും, കുറച്ച് നേരം കഴിയുമ്പോൾ B ആവും. അതാണ് ഉദ്ദേശിച്ചത്. ഓരോ സമയത്തിനനുസരിച്ച് മാറി 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 വരും. ഓക്കെ, അങ്ങനെയാണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ആ റൊട്ടേറ്റിംഗ് ഫീൽഡ് എന്ത് ചെയ്യും, ആ മുകളിലിരിക്കുന്ന ഡിസ്കിനെ കട്ട് ചെയ്യും. അപ്പോൾ ആ ഡിസ്കിനകത്തൊരു EMF ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ അതിനകത്തൂടെ ഒരു കറണ്ടും ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിസ്കിനകത്തൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഡ്യൂ ടു ദിസ് കറണ്ട് ഫ്ലോ ഡിസ്ക് വിൽ റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് റൊട്ടേറ്റിംഗ് ഫീൽഡ്. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ആ ഡിസ്കും കൂടി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇഫ് ദ ഡിസ്ക് മൂവ്സ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ ചൂസൺ സീക്വൻസ് ഈസ് RYB. ഇപ്പം ഡിസ്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ RYB ആണ് അവിടുത്തെ സീക്വൻസ്. ഇനി അതല്ല ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ റിവേഴ്സ് ആണ്, ഫേസ് സീക്വൻസ് മാറിക്കിടക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അത്രയേ ഉള്ളൂ ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ.